ത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയും അതുപോലെ തന്നെ കൂട്ടുകാരിയും കൂടെ ഇങ്ങനെ പാഞ്ഞൊക്കെ നടക്കണ്. അതിനുശേഷം കൂട്ടുകാരി എന്നെ പറയുന്നുണ്ട്, മിത്ര ഇങ്ങനെ നടക്കണതിൽ ഒരു അർത്ഥമില്ല, എത്ര നേരമായി നമ്മൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ അവൻ നമ്മൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവും. അവൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്ന് അവൻ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. മറ്റുള്ളവരൊക്കെ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ അവൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ഇതിലെന്തോ ചതിയൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് ഒന്നില്ലെങ്കിൽ പോലീസിനെ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വരാമെന്നൊക്കെ പറഞ്ഞ പേടി. നീ വിചാരിക്കുന്നതിന് അപ്പുറമാണ് കാര്യങ്ങൾ. ആ സ്വർണം മടക്കി കൊടുത്തില്ലെങ്കിൽ ആ ലോകം കൂട്ടരും ആര്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ആര്യനാണെങ്കിൽ ഇത് സ്വയം ഏറ്റെടുത്ത പോലെയാണ്. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പുറപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലനെയാണ്. ബാലൻ വണ്ടിയിൽ ഇറങ്ങണ്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ വിളിച്ച് എന്താവോ കല്യാണം പെട്ടെന്ന് നടത്താൻ വല്ലതും പറയാനാണാവോ വിളിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ബാലൻ സന്തോഷത്തോടെ ഫോൺ എടുക്കുമ്പോൾ ബാല നിങ്ങൾ വീട്ടിലെത്തിയെന്ന് ചോദിക്കും. ഇല്ല, എന്താണ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഞാൻ വണ്ടി നിർത്തിയെന്ന് പറയും. അതെ, ഈ വിവാഹം നടക്കില്ല എന്ന് പറയും. എന്താ നിങ്ങൾ ഈ പറയുന്നത്? കുറച്ച് നേരമല്ലായിട്ടുള്ളൂ ഈ വിവാഹം നമ്മൾ ഉറപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വീട്ടിൽ പോലും എത്തിയില്ല. അതിന് മുന്നേ എന്താ എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നോ? എൻ്റെ മക്കളെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തന്നോ? ആനന്ദിനെ കുറിച്ച് നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നല്ല ബാല കാര്യം, അത് നമുക്ക് പിന്നീട് നേരിട്ട് സംസാരിക്കാം. എന്തെന്നെ ആയാലും ഞങ്ങൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കും. അങ്ങനെ ബാലൻ പറയും, ഗോമതി എനിക്ക് എന്തോ ദോഷമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുന്നത്. ഇനി ഞാൻ ആനന്ദിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല, നിങ്ങൾ ആരാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ പറയും. അങ്ങനെ ഗോമതി വിഷമിക്കും. സാരില്ല ബാലേട്ട, ഈ വിവാഹം പോയെങ്കിൽ വേണ്ട, വേറെ എന്തായാലും വരും. ബാലേട്ട ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണ ബാലേട്ടൻ, അല്ലാണ്ട് വേറെ ആരും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തി ഗോമതി മീനാക്ഷിനെ വിളിക്കുന്നുണ്ട്. മീനാക്ഷിൻ്റെ മാനേജരും കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നത്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി വിളിക്കും. എന്തായി അമ്മ, കല്യാണക്കാര്യം പോയത് ഇഷ്ടമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോളെ, എല്ലാം ഉറപ്പിച്ച് വീട്ടിലെത്തുന്നേക്കാൾ മുന്നേ വിളി വന്ന് മുടങ്ങി, അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കും. പിന്നെ പറയും സാരില്ലമ്മ, നമ്മുടെ ആനന്ദേട്ടനെ ആ പെൺകുട്ടിക്ക് വിധിച്ചിട്ടില്ല, അത്ര വിചാരിച്ചാൽ മതി. അമ്മ ഫോൺ വെച്ചോ, ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറയും. ആ സമയത്ത് മീനാക്ഷിയുടെ മാനേജർ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി, സാരില്ല എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, മീനാക്ഷി മാനേജറോട് പറയുന്നുണ്ട്, ചേച്ചി മാഡം എൻ്റെ ബോസാണ്, എന്നിട്ട് പോലും ഞാൻ ചേച്ചീന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത്രയും ബഹുമാനമുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചേച്ചിയോട് നുണ പറയില്ല. എൻ്റെ ആനന്ദേട്ടൻ അത്ര നല്ലവനാണ്. ആനന്ദേട്ടനൊക്കെ കിട്ടുന്ന പെൺകുട്ടി അത്രയ്ക്കും ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ്. അത്രയ്ക്കും നല്ല മനസ്സും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ചേച്ചി ഇത്ര നാളിനിടയ്ക്ക് എന്ന് പറയും. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുന്ന, എൻ്റെ മോൾക്ക് ആതിരയ്ക്ക് വിവാഹാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആനന്ദിൻ്റെ ഫോട്ടോ, വീഡിയോ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചതായോ. ഞാൻ വീട്ടിൽ ചെന്നുങ്ങായിട്ട് നോക്കി ആലോചിച്ച് തീരുമാനിക്കാം. ഞങ്ങൾക്ക് സ്വർണവും പണവും, ഞങ്ങൾക്ക് സ്വത്തും പണവും എന്നല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ സ്നേഹിക്കാൻ പറ്റിയ ഒരാളാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി 100% അത്രയ്ക്ക് നല്ല ചേട്ടൻ സ്വഭാവമാണ് ഞങ്ങളുടെ ചേട്ടൻ എന്ന് പറയും. ഞാനും വീട്ടിൽ ചെന്ന് സംസാരിക്കാം, ചേച്ചി സംസാരിച്ചതിന് ശേഷം സംസാരിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും പിരിയുന്നുണ്ട്. പിന്നെ വീണ്ടും മിത്രനെ കാണിക്കുന്ന മിത്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കൂട്ടുകാരനെ കാണിക്കുന്നത്. കൂട്ടുകാരൻ പറയും, നിങ്ങൾ അവന് ഞാൻ അന്വേഷിച്ചിട്ട് കാര്യമില്ല, അവൻ ഇന്ന് രാവിലെ ദുബായിക്ക് പോയിട്ടുള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മിത്ര ആകെ വിഷമിക്കുന്നുണ്ട്. സത്യം പറയുന്നു പറയും. കൂട്ടുകാരി ചോദിക്കും, നിങ്ങൾ സത്യമാണോ പറഞ്ഞത്? അതേ സത്യമാണ് പെങ്ങളെ, നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. അവൻ വിളിക്കുമ്പോൾ 3 മാസം കഴിയുമ്പോൾ അവൻ വരുന്നെന്ന് പറഞ്ഞത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കാം, കാരണം അവൻ അങ്ങനെ ചതിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ കൂട്ടുകാരി പറയുമ്പോൾ അവൻ്റെ അച്ഛനായിട്ട് അവന് വല്ല ബന്ധമുണ്ടാ? അവൻ വീട്ടിലേക്ക് പോലും പോക്കില്ല. അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ എന്തായാലും വലിയൊരു ചതിയിലാണ് ചെന്ന് ചാടിയേക്കണത്. ഇനി എന്തായാലും ആ സ്വർണം കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും അവൻ വരുമ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞ് അയാൾ പോകും. പിന്നീട് മിത്ര ഒരു കലങ്കുമ്പോൾ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. എനിക്ക് ആ സ്വർണം ഞാനിനി എങ്ങനെ തിരിച്ചു കൊടുക്കും? ആര്യനെ ആ സ്വർണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു മാർഗ്ഗമില്ല. ആര്യൻ്റെ അച്ഛൻ സ്നേഹിക്കുന്നില്ല. കുത്തുവാക്കുകളൊക്കെ പറയുന്നു സ്വർണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഞാനിനി എന്ത് ചെയ്യും അവർക്ക് ആ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് മിത്ര പൊട്ടിക്കരയിലിരുന്നിട്ട് മിത്രയുടെ കരച്ചിൽ കാണുമ്പോൾ അവർക്ക് ആ കുട്ടിക്കും വല്ലാത്ത വിഷമാവുന്നുണ്ട്. വാടി, സാരില്ല, നമുക്ക് ഇനിയിപ്പോൾ അത് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി ദൈവം നിനക്ക് തുറന്നു തരും, നമ്മളിനി ഇവിടെ നടത്തില്ല, ഒരുപാട് നേരം വൈകി നമ്മൾ വീട്ടിൽ പോകേണ്ടത്, നമ്മളിപ്പോൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കൂട്ടുകാരി മിത്രനെ ഒരു കണക്കിന് അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം തന്നെ മിത്രനെ കാണാത്ത വിഷമത്തിൽ ഗോമതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ആ സമയത്തിന് മീനാക്ഷി കയറി വരുന്നത്. മീനാക്ഷി പറയും, അമ്മയുടെ വിഷമമൊന്നും മാറിയില്ലേ എന്ന് ചോദിക്കും.
അപ്പം അനു പറയും ഇതാ കല്യാണം മുടങ്ങിയ വിഷമമൊന്നല്ല ചേച്ചി, മിത്രേച്ചിനെ കാണില്ല എന്ന് പറയുന്നത്. അതാണോ മിത്ര വരില്ലേ എന്ന് പറയും. മോളെ ഇത്ര നേരമായി മിത്ര വരുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം അനു പറയുന്നുണ്ട് മിത്രേച്ചിക്ക് ഒന്ന് ഫോൺ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് മിത്രയ്ക്ക് ഫോണില്ല എന്നും പറയും. മിത്രേച്ചിക്ക് ഫോണില്ല. അപ്പം ആ സമയത്ത് ആര്യൻ അങ്ങോട്ട് വരും. ആര്യൻ പറയും, ആര്യനോട് അനു പറയും, ചേട്ടാ മിത്രേച്ചി നേരായിട്ട് വന്നിട്ടില്ല, വന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് എന്താന്ന് ചോദിക്കും. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇവർ തമ്മിൽ അത്ര വലിയ സ്നേഹത്തിലൊന്നല്ല, അങ്ങനെ എനിക്ക് പറഞ്ഞത് കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര്യ പെട്ടെന്ന് അബദ്ധം മനസ്സിലാവാതെ എടി ഞാനേ ഭാര്യ നടക്കണതിൻ്റെ പിന്നാലെ ചോദ്യം ചെയ്ത് നടക്കില്ല. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം, ഇഷ്ടമുള്ളപ്പോൾ വരാം, അവൾക്ക് ഞാൻ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഓ ചേട്ടൻ ആ അർത്ഥത്തിലാണോ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. അപ്പം പെട്ടെന്ന് അനുവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി മീനാക്ഷി അറിയാനോ ചേച്ചിക്ക് ഒരു ചായ എടുത്തിട്ടുണ്ടാന്ന് പറയും. അങ്ങനെ അനു ചായ എടുക്കാൻ പോകുമ്പോൾ എടാ അവളെവിടെയെങ്കിലും പോകണം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, എന്നോട് അവളെ കാര്യം ചോദിക്കരുതിട്ടാന്ന് പറയുമ്പോൾ എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണം, നീ അല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഗോമതി ചോദിക്കുമ്പോൾ ഞാനാണോ താലി കെട്ടിയത്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് കെട്ടിച്ചതല്ലേ എന്ന് ചോദിക്കും. അതെന്തോ ആവട്ടെ, ഇപ്പം അവളെ അന്വേഷിച്ച് പോകേണ്ട ചുമതല നിനക്കുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആര്യനെ ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കുന്നുണ്ട് പുറത്തേക്ക്. ആ സമയത്ത് ബാലൻ കയറി വരും. ബാലൻ വരുമ്പോൾ ഗോമതി നീ എന്തിനാണ് ആര്യനെ അല്ല ആകാശിനെ കടയിൽ നിന്ന് വിളിപ്പിച്ചത്, ഞാൻ പുറത്ത് പോയി വരുമ്പോഴത്തേനും ആകാശിനെ നീ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ആകാശും അതുപോലെ തന്നെ ആര്യനും ഇങ്ങനെ അന്വേഷിച്ച് പരക്കം മാഞ്ഞ് നടക്കണം മിത്രനെ. പിന്നീട് അവർ പറയുന്നുണ്ട് എടാ അവൾ എവിടേക്ക് പോകുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഏട്ടാന്ന് പറയും. നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഉണ്ടായില്ല എന്ന് പറയാം. എന്നാൽ നമുക്ക് രണ്ട് വഴിക്ക് അന്വേഷിച്ച് പോകാം, നീ ബൈക്ക് എടുത്തോ ഞാൻ നടന്നു പോകാന്ന് പറയുമ്പോൾ അത് വേണ്ട ചേട്ടാ, വേണ്ട നിനക്ക് ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് നീ നടന്നു പോകണ്ടെന്ന് പറഞ്ഞ് ആകാശ് ബൈക്ക് കൊടുത്ത് രണ്ടാളും രണ്ട് വഴിക്ക് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ബാലനോട് ഗോമതി പറയുന്നുണ്ട്, ബാലേട്ടാ മിത്രനെ കാണില്ലേ ഈ നേരമായിട്ട് എന്ന് പറഞ്ഞാൽ കാണില്ലേ, നേരം വൈകി വരുന്നു പറഞ്ഞിട്ടുണ്ടായോ എന്ന് ചോദിക്കും. ഇല്ല. അപ്പം ഫോൺ ചെയ്ത് നോക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ഫോണില്ല. ഫോൺ എങ്ങനെയോ വീണ് പൊട്ടി നശിച്ചു പോയി എന്നാണ് പറഞ്ഞതെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ പക്ഷെ അത് വല്ലാത്ത കഷ്ടമായി പോയില്ല. ഇനി ആ കുട്ടീനെ എവിടെ പോയി അന്വേഷിക്കും, ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി അന്വേഷിക്കാമെന്ന് പറയും. അപ്പം പറയും വേണ്ട ബാലേട്ടാ, അവർ രണ്ടുപേരും അന്വേഷിക്കാൻ പോയിട്ടില്ലേ, ബാലേട്ടൻ ഇവിടെ ഇരുന്നോ, കടയിൽ നിന്ന് വന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഗോമതി. ഇതേസമയം തന്നെ അനുശ്രീ വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ഇവരുടെ കാര്യത്തിൽ ഭയങ്കര സംശയമുണ്ട് അച്ഛാ, ഇവരുടെ കല്യാണത്തിന്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢമായ ലക്ഷ്യവും രഹസ്യമൊക്കെ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം മിത്രേച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആര്യൻ ചേട്ടന് ഒരു പ്രത്യേകത ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ബാലൻ ഞെട്ടി ഗോമതിനെയും മീനാക്ഷിനെയും നോക്കുന്നുണ്ട്. കാരണം ഗോമതിയുടെയും മീനാക്ഷിയുടെയും മുഖം ഇങ്ങനെ ആകെ വെളുത്തിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ബാലൻ പറയും അതന്നെ എനിക്കും തോന്നുന്നുണ്ട് മോളെ, എനിക്കും അത് സംശയം ഇല്ലാണ്ടില്ല, ഇവരുടെ കല്യാണത്തിന്റെ പിന്നിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് മറിഞ്ഞിരിക്കാൻ ബാലേട്ടൻ എന്താ അങ്ങനെ പറയുന്നേ, അതങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതേസമയം തന്നെ ബാലൻ സംശയത്തോടെ തന്നെയാണ് ഗോമതിനെയും മീനാക്ഷിനെയും നോക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആര്യൻ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് റോട്ടിലും എല്ലായിടത്തും ഇരുട്ടായി, നല്ല ഇരുട്ടായി, ഇവളത് എവിടെ പോയി കിടക്കണമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.